ഇറാനിലെ ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ തയ്യാറെന്ന് ട്രംപ്. ഇറാനിൽ 500ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്. അതേസമയം അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ മേഖലയിലെ ഇസ്രയേൽ US കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് അറിയിച്ചു. ഇതിനിടെ ഇറാൻ പാർലമെന്റ് അടിയന്തരമായി സമ്മേളിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, നമുക്കറിയാം നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇറാനിലെ പ്രക്ഷോഭക്കാർക്ക് ഏത് വിധേനയുള്ള ഒരു സഹായവും ചെയ്യും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനിലെ ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് പ്രക്ഷോഭക്കാർക്ക് സഹായമായി ട്രംപ് എത്തിയിരിക്കുകയാണ്. അതായത് ഇറാനെതിരെ നേരിട്ടുള്ള ആക്രമണത്തിന് താൻ തയ്യാറെന്നൊരു മുന്നറിയിപ്പല്ലേ അത്? തീർച്ചയായും ഇറാന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സൈനിക സംവിധാനങ്ങൾക്കെതിരെ ആക്രമണം നടത്തി അവിടെയുള്ള ആ രാജ്യത്തിന്റെ പഴയ രീതിയിലുള്ള ഒരു സംവിധാനം, 79 മുൻപുള്ള സംവിധാനം പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ നമുക്ക് വിശേഷിപ്പിക്കപ്പെടുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്നത്, ഈ ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ തന്നെ ആന്റി റെജിം പ്രക്ഷോഭം, അതായത് ഇറാനിലെ നിലവിലെ ഭരണ സംവിധാനത്തിനെതിരായ ഒരു പ്രക്ഷോഭമായി തന്നെയാണ് അത് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 500ഓളം പേർ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 50ഓളം സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാനുഷ്യാവകാശ സംവിധാനങ്ങളുടെ നിരീക്ഷണങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത് വ്യവസ്ഥാപിതമായ സംവിധാനത്തിന്റെ ഭാഗമായി സർക്കാർ പുറത്തുവിട്ട കണക്കുകളല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ആക്രമണം നടത്താനുള്ള തീരുമാനം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന നിലപാട് അറിയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളുമായി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഇറാൻ പാർലമെന്റ് യോഗം ചേരുകയും ആ പാർലമെന്റ് സമ്മേളനത്തിൽ നടന്ന സംഭവങ്ങൾ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രക്ഷോഭം നടത്തുന്ന രീതിയിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി, അമേരിക്കയുടെ മരണം ഉണ്ടാകട്ടെ എന്നൊക്കെയുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി ഒരു പ്രദക്ഷിണം നടത്തുന്ന രീതിയിൽ പാർലമെന്റിൽ തന്നെ ഒരു പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ശക്തമായ ഒരു എതിർപ്പ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ഭാഗത്ത്, അതായത് അമേരിക്കയുടെ നീക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ഇറാനിൽ നിലനിൽക്കുന്ന പശ്ചാത്തലം അതീവ ഗൗരവമായ ഒരു സാഹചര്യമാണ്. നമുക്കറിയാവുന്നതാണ്, നാണയ വിലയിടിവ് വലിയൊരു വിഷയമായി അവിടെ വരികയും ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി അത് നിരവധിയായ പ്രദേശങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടെ ഇന്നലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ മഹീദ് റഹിമി എന്ന് പറയുന്ന ഒരു കേണൽ കൊല്ലപ്പെട്ടിരുന്നു. നമുക്കറിയാവുന്നതാണ്, ജനുവരി 3-ാം തീയതി വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നിരുന്നു ഈ പ്രക്ഷോഭകാരികൾക്ക് നേരെ. ആ പ്രക്ഷോഭക്കാർക്ക് നേരെ നടന്ന സൈനിക നീക്കത്തെ ആസൂത്രണം ചെയ്തത് ഈ മഹദി റഹിമി എന്ന് പറയുന്ന കേണലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു തിരിച്ചടി ശക്തമായി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിരവധിയായ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ഇസ്ലാമിക ഭരണകൂടം ഈ പ്രക്ഷോഭത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം സ്വീകരിച്ചെങ്കിലും പിന്നീട് ട്രംപിനെ പിന്തുണയ്ക്കുകയാണ് എന്നാണ് ആയത്തുള്ള അലി ഖമേനിയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തത്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പാർലമെന്റിന്റെ അടിയന്തര സമ്മേളനം ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ചില സൂചനകൾ ട്രംപിന്റെ ട്വീറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ട്രംപിന്റെ ട്വീറ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഇറാനിലെ മോചനം ആവശ്യപ്പെടുന്ന ജനതയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ തങ്ങൾ അത് ലഭ്യമാക്കാൻ തയ്യാറാണ് എന്ന ഉറച്ച ഭാഷയിൽ തന്നെ നിലപാട് അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഗൗരവമേറിയ ഒരു സായുധ വിപ്ലവത്തിന്റെ സാധ്യത തന്നെയാണ്, അല്ലെങ്കിൽ സായുധ ആക്രമണത്തിന്റെ സാധ്യത തന്നെയാണ് ഉയരുന്നത്. അതേസമയം തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ കപ്പലുകളെയും അതുപോലെ തന്നെ US കപ്പലുകളെയും, നമുക്കറിയാവുന്നതാണ്, ഇസ്രയേൽ US സംയുക്തമായ ഒരു ആക്രമണമാണ് ഇറാനെതിരെ നേരത്തെ അയച്ചുവിട്ടത്. അത്തരത്തിൽ ഇറാന്റെ നേരെ ആക്രമണത്തിന് വരികയാണെങ്കിൽ ഇസ്രയേലിന്റെയും US കപ്പലുകൾ ആക്രമിക്കുമെന്നും അത്തരം സമുദ്രത്തിലെ സംവിധാനങ്ങളെ എല്ലാം തന്നെ ആക്രമിക്കുമെന്ന് ഈ സമ്മേളനത്തിന് തൊട്ടു മുമ്പായി തന്നെ ഈ പാർലമെന്റിന്റെ സ്പീക്കർ കൂടി അറിയിച്ചിരുന്നു. മുഹമ്മദ് ബാഗർ ഗലിബാഫ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു സങ്കീർണ സംഘർഷ കലുഷിതമായ ഒരവസ്ഥയിലാണ് ഇറാൻ നീങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനിലെ പ്രക്ഷോഭം കടുക്കുന്നതിനിടെ പുതിയ നീക്കവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രക്ഷോഭക്കാർക്ക് വേണമെങ്കിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ തയ്യാറെന്നാണ് ട്രംപിന്റെ വാദം. അതേസമയം ഇറാനിൽ 500ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ മേഖലയിലെ ഇസ്രയേൽ US കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് അറിയിക്കുകയും ചെയ്തു. വിവരം നൽകുകയായിരുന്നു ഐസൺ ജോസ്.